ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് ക്രീപ്പ് എന്നും എന്താണ് സ്ലിപ്പ് എന്നുള്ള കാര്യമാണ്. ഓക്കെ, ചെറിയൊരു കൺസെപ്റ്റാണ്, എളുപ്പമാണ്. അപ്പോൾ ഇത് നോക്കാം. നമുക്ക് സിലബസിൽ പ്രത്യേകം പറയുന്നതാണ്. ആദ്യം ക്രീപ്പ് എന്താണെന്ന് നോക്കാം, അതിനുശേഷം സ്ലിപ്പ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം പറയാം. അതായത് രണ്ട് പുള്ളികൾ സങ്കല്പിക്കുക. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? ഡ്രൈവറും ഇതെന്ന് പറയുന്നത് എന്താണ്? ഡ്രൈവറും. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഡ്രിവണും ആണെന്ന് കരുതുക. ഓക്കെ, സോ എന്താണ് സംഭവിക്കുന്നത്? ഈ ഡ്രൈവറിൽ നിന്നും ഇവിടുത്തെ ഡ്രൈവറിൽ നിന്നും ഡ്രിവണിലേക്ക് എന്ത് ചെയ്യുന്നു? പവർ ട്രാൻസ്മിറ്റ് ആവുന്നു, അല്ലേ? പവർ ട്രാൻസ്മിറ്റ് ആവുന്നു. എങ്ങനെയാണ്? ബെൽറ്റ് വഴി. ഒരു ബെൽറ്റ് എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ ഇങ്ങനെ ചുറ്റിയിട്ട് ഈ ഒരു ബെൽറ്റിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടാവുമല്ലോ. അതല്ലേ ബെൽറ്റിലെ ആ ഒരു ഇതെന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു രീതിയിൽ ബെൽറ്റ് ഇതിൻ്റെ മുകളിലൂടെ ചുറ്റിയിട്ടാണ് പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? സോ നമുക്കറിയാവുന്നത് പോലെ തന്നെ ബെൽറ്റ് ഈ പുള്ളിക്ക് മുകളിലൂടെ നല്ല രീതിയിൽ കോണ്ടാക്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ, ലാർജ് ഏരിയയിൽ ഇത്തരത്തിൽ നല്ല രീതിയിൽ ബെൽറ്റ് കോണ്ടാക്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല പവർ ട്രാൻസ്മിഷൻ നടക്കും, കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, സോ നമ്മുടെ ക്രീപ്പ് എന്താണെന്ന് വരുമ്പം, ക്രീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഈ ഒരു ഡ്രൈവർ പുള്ളിയിലല്ലേ, ഡ്രൈവർ പുള്ളിയിൽ ബെൽറ്റ് നല്ല രീതിയിൽ സ്ട്രെച്ച് ആയിട്ടുണ്ടാവും. ഓക്കെ, എന്നാൽ ഡ്രിവൺ പുള്ളിയിൽ അത് ഷോർട്ടായിരിക്കും. ഓക്കെ, ഷോർട്ടായിരിക്കും. അതായത് അത്രത്തോളം ഭാഗം എന്ത് ചെയ്യുന്നില്ല, കോണ്ടാക്റ്റ് വരുന്നുണ്ടാവില്ല. ഓക്കെ, സോ ഇത് എന്ന് പറയുന്നത് ഇവിടേക്ക് നോക്കാം. ആസ് ദ ബെൽറ്റ് ടേൺ ഓൺ പുള്ളി ഇറ്റ് ടെൻഡ് ടു സ്ട്രെച്ച് ഓൺ ദ കോണ്ടാക്ട് ഏരിയ ഓഫ് ദ ഡ്രൈവിംഗ് പുള്ളി ആൻഡ് ഷോർട്ടൺ ഓൺ ദ ഡ്രിവൺ പുള്ളി. അപ്പോൾ ഡ്രൈവിംഗ് പുള്ളിയിൽ എന്തിരിക്കുന്നു? സ്ട്രെച്ചായിട്ടും, എന്നാൽ ഡ്രിവൺ പുള്ളിയിൽ ഷോർട്ടനായിട്ടും ഉണ്ടായിരിക്കും. ദിസ് ലോക്കലൈസ്ഡ് മൂവ്മെൻറ്റ് ഓഫ് ദ ബെൽറ്റ് ഈസ് എ ഡയറക്റ്റ് റിസൾട്ട് ഓഫ് ദ എലാസ്റ്റിക് സ്ട്രെച്ച്. സോ ഒരു എലാസ്റ്റിക് സ്ട്രെച്ചിൻ്റെ ഡയറക്റ്റ് റിസൾട്ടായിട്ടുള്ള ഈ ഒരു ലോക്കലൈസ്ഡ് മൂവ്മെൻറ്റിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ക്രീപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനെ എന്താണ് പറയുക? ക്രീപ്പ് എന്നാണ് പറയുക. സോ ആ ഒരു പോയിൻ്റ് മാത്രം നമ്മൾ നോട്ട് ചെയ്താൽ മതി. അങ്ങനെയാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഗ്രേറ്റർ ലോഡ് ആവുന്ന സമയത്ത്, ലോഡ് കൂടുന്ന സമയത്ത് ക്രീപ്പും കൂടുതലായിരിക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്രീപ്പ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ക്രീപ്പ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഫിസിക്കലായിട്ടുള്ളൊരു സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് അതിൽ കുറവ് വരുത്താനായിട്ട് പറ്റത്തില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഇനി ഈ സ്ലിപ്പാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു സ്ലിപ്പും ഓക്കെ, ഈ ഒരു ക്രീപ്പും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? പവർ ലോസ് സംഭവിക്കും. എന്താണ് സ്ലിപ്പ് എന്നുള്ളതിലേക്ക് വരാം. സ്ലിപ്പ് എന്താണെന്ന് പറയാം. സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ബെൽറ്റ് എന്ത് ചെയ്തിരിക്കുന്നു? ഈ പുള്ളിയിലൂടെ ഇങ്ങനെ ഇതായിട്ട് പോവുകയാണ്. സോ ഈ ഒരു ബെൽറ്റിൻ്റെ സർഫസും പുള്ളീൻ്റെ സർഫസും തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു വ്യത്യാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ലിപ്പ് എന്ന് പറയുന്നത്. സ്ലിപ്പ് ഈസ് ആക്ച്വൽ ഡിഫറൻസ് കോസ്ഡ് ബിറ്റ്വീൻ ദ സർഫസ് സ്പീഡ് ആൻഡ് ദ ബെൽറ്റ് ആൻഡ് പുള്ളി. ഓക്കെ, അതായത് ബെൽറ്റിൻ്റെയും അതുപോലെ പുള്ളീൻ്റെയും ആ ഒരു സർഫസ് സ്പീഡ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസില്ലേ, ആ ഒരു ആക്ച്വൽ ഡിഫറൻസിനെയാണ് നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത്. സോ സ്ലിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, സ്ലിപ്പും ക്രീപ്പും കൂടെ ജോയിൻ്റ് ആയ പവർ ലോസ് സംഭവിക്കും. സോ നമുക്ക് ക്രീപ്പിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? സ്ലിപ്പിനെ നമുക്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ട് വന്ന് ഈ പവർ ലോസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? പ്രൊട്ടക്റ്റ് ചെയ്യാം. സോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പ് എങ്ങനെയാണ് അത് ചോദിക്കുക. സ്ലിപ്പ് എങ്ങനെയാണ് നമ്മൾ ഡിഗ്രീസ് ചെയ്യുന്നത്? സോ ദ എഫക്റ്റ് ഓഫ് സ്ലിപ്പ് മേ ബി റെഡ്യൂസ്ഡ് ഡിഗ്രീസിങ് ദ പുള്ളി റേഷ്യോ ഡിഗ്രീസ് ചെയ്ത് കുറച്ചുകൊണ്ട് അതിൻ്റെ മെയിൻറ്റെയിനിങ് പ്രോപ്പർ അലൈൻമെൻറ്റ്, കൃത്യമായിട്ടുള്ള അലൈൻമെൻറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ക്രീപ്പ് അല്ലെങ്കിൽ സ്ലിപ്പ് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു ഓപ്പൺ ബെൽ ഡ്രൈവിൻ്റെയൊക്കെ എന്ത് തന്നിട്ടുണ്ട്? ഒരു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഓപ്പൺ ബെൽ ഡ്രൈവിൻ്റെയും തന്നിട്ടുണ്ട്, അതുപോലെ ക്രോസ് ബെൽറ്റിൻ്റെയും തന്നിട്ടുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഇതുവരെ ചോദിച്ചിട്ടില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളത് സ്റ്റെപ്പ് ഡ്രൈവാണ്. സ്റ്റെപ്പ് ഡ്രൈവായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? നമുക്ക് വ്യത്യസ്ത സ്പീഡ് റേഞ്ചസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ഡ്രൈവ്സ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പുള്ളി യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ പിന്നെ റൈറ്റ് ആംഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക,
ഇത്തരത്തിലുള്ള ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു ഡ്രൈവിന് വെർട്ടിക്കലായിട്ട് ഈ ഒരു ഗൈഡ് പുള്ളി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് അവിടെ നിന്നൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇവിടുന്ന് ഒരു ബെൽറ്റ് എന്താണ്, ക്രീപ്പ് എന്താണ്, സ്ലിപ്പ് എന്താണെന്ന് ഒന്ന് ദ ലോക്കലൈസ്ഡ് മൂവ്മെൻറ്റ് ഓഫ് ദ ബെൽറ്റ് ഈസ് ഡയറക്റ്റ് റിസൾട്ട് ഓഫ് ദ എലാസ്റ്റിക് സ്ട്രെച്ച് ഈസ് നൗൺ ആസ് ക്രീപ്പ് എന്നുള്ളതും, ഓക്കെ, ഗ്രേറ്റർ ദ ലോഡ് മോർ വിൽ ബി ദ ക്രീപ്പ് എന്നുള്ളതും, അതുപോലെ തന്നെ ക്രീപ്പിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതെന്ന് പറയുന്ന ഒരു ഫിസിക്കലായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ നമുക്ക് കനോട്ട് ഇറ്റ് സെൽഫ് ബി കൺട്രോൾഡ്, അത് സെൽഫ് കൺട്രോൾ, അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല. എന്നാൽ സ്ലിപ്പും ക്രീപ്പും ജോയിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പവർ ലോസ് സംഭവിക്കും. സോ സ്ലിപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.